മോഹൻലാലിന്റെ പുലിമുരുകൻ ചരിത്ര നേട്ടത്തിലേക്ക് റിലീസ് ചെയ്ത ഒരു മാസത്തിനകം 100 കോടി ക്ലബിൽ പുലിമുരുകൻ ഇടം പിടിച്ചു. 100 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമയാണ് പുലിമുരുകൻ. വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സൗമ്യ നൽകും. സൗമ്യ, മോഹൻലാലിന്റെ ആരാധകർ എന്നതിനേക്കാൾ ഉപരി എല്ലാ മലയാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത. ആദ്യമായി ഒരു മലയാള ചിത്രം 100 കോടി ക്ലബിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിശദീകരിക്കുക. പ്രജീഷ്, പക്ഷേ പുലിമുരുകൻ തന്നെയാണ് പുലി എന്ന് തെളിയിച്ചുകൊണ്ടാണ് 100 കോടി ക്ലബിലേക്ക് ആദ്യമായ ഒരു മലയാള സിനിമ എത്തുന്നത്. വലിയൊരു ആവേശം തന്നെ സിനിമാ മേഖലയ്ക്ക് നൽകുന്നതാണ്. ആ വിധത്തിൽ വേണം അതിനെ കണക്കാക്കാൻ. പ്രത്യേകിച്ച് ഒരു ചിത്രത്തിന്റെ ഒരു വൈഡ് റിലീസ് തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. ചിത്രത്തിന്റെ നിരവധിയായ അട്രാക്ഷനുകൾ, ഒരുപക്ഷെ പുലി അവതരിപ്പിക്കുന്നത് അടക്കമുള്ള നിരവധിയായ അട്രാക്ഷനുകളൊപ്പം ലാലേട്ടന്റെ പ്രസൻസ്, ആ വിധത്തിലൊക്കെ ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചിത്രം, ചർച്ച ചെയ്യപ്പെട്ട ചിത്രം എന്ന രീതിയിലൊക്കെയായിരുന്നു പുലിമുരുകൻ ഒരു വലിയ റിലീസിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഇത്തരത്തിൽ തന്നെയായിരുന്നു കാൽക്കുലേഷനുകൾ. ആദ്യമായി 100 കോടിയിലെത്തുന്ന ആദ്യ മലയാള ചിത്രമായിരിക്കും. ഒപ്പം തന്നെ തെക്കൻ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ വലിയൊരു നേട്ടം കൊയ്യാനാകുന്ന ചിത്രം എന്നതിലേക്ക് കൂടിയൊക്കെ ഇത് വിലയിരുത്തപ്പെട്ടിരുന്നു. ആ ഒരു കാൽക്കുലേഷനാണ് ഇപ്പോൾ ശരിയായിരിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ ഇപ്പം ഒക്ടോബർ 7 ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം 35 ദിവസത്തിന് ഉള്ളിൽ ഇപ്പോൾ നേടിയിരിക്കുന്ന ഈ 100 കോടി വിവിധ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം 65 കോടിക്ക് മേലാണ് ഇപ്പോൾ ചിത്രം നിലവിൽ നേടിയിട്ടുള്ളത്. ഏതാണ്ട് UAE-യിൽ നിന്ന് 3 ദിവസം കൊണ്ട് 13 കോടിക്ക് മുകളിൽ ചിത്രം നേടിയിരുന്നു. അമേരിക്ക, യൂറോപ്പ് തുടങ്ങളിലൊക്കെ തന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചിത്രം റിലീസ് ചെയ്തിരുന്നു. അവിടെയുമൊക്കെ തന്നെ വലിയ മികച്ച ഒരു പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യവാര കളക്ഷൻ വേഗത്തിൽ 10 കോടിയും 25 കോടിയും കളക്ഷൻ നേടിയ ചിത്രം എന്നീ റെക്കോർഡുകൾ നിലവിൽ പുലിമുരുകൻ നേടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇങ്ങനെ ആദ്യമായി 100 കോടി ക്ലബിലേക്ക് എത്തിയ ഒരു മലയാള ചിത്രം എന്ന വലിയൊരു നേട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അതുതന്നെയാണ് മലയാള സിനിമ, പ്രത്യേകിച്ച് സമകാലിക മലയാള സിനിമയിൽ വലിയ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ചില അനക്കങ്ങൾ മാത്രം സൃഷ്ടിച്ചു പോകുന്ന ചിത്രങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ വിധത്തിൽ എന്റർടൈൻമെന്റായും ഒപ്പം തന്നെ നമുക്ക് അതിന്റെ ടെക്നോളജി മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക സിനിമയ്ക്ക് മുന്നിൽ നിർത്താൻ കൂടി കഴിയുന്ന ഒരു ചിത്രമായി ഒക്കെ നിന്നുകൊണ്ടാണ് പുലിമുരുകൻ ഈ വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാറിന്റെ സാന്നിധ്യവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഊർജ്ജം ഈ ഒരു സിനിമ പകർന്നു നൽകുന്നത്. ആ വിധത്തിലൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു നേട്ടത്തെ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളതുപോലെ ഇപ്പൊ അതിനുശേഷം നിരവധി സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. ഒപ്പം അത്തരം സിനിമകളെ ഒക്കെ തന്നെയും പിന്തള്ളിക്കൊണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഡിമാൻഡ് പുലിമുരുകന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, സൗമ്യ, അതാണ് ഇന്ത്യൻ സിനിമകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങൾ, മറ്റേ തെലുങ്ക് ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ അവിടെ ലോക സിനിമയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ വളരെ പ്രോജ്വലമായ രീതിയിലുള്ള അവതരണ ശൈലിയിലൊക്കെ അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബൊക്കെ കവിഞ്ഞു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഇന്നിപ്പോൾ പുലിമുരുകനും ആ ഒരു ഗണത്തിലേക്ക് വരുമ്പോൾ മലയാള സിനിമയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുത്തൻ ചുവടുവയ്പ്പാണ്. അത് ഏതൊക്കെ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? പ്രജീഷ്, അവിടെ തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് കാലാകാലങ്ങളായി മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് പുതുമയുള്ളതൊന്നും അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാറുകളുടെ തുടർച്ചയായ സിനിമകളെ കുറിച്ച് പോലും വലിയ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും സിനിമയ്ക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഉടലെടുത്തിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ കഴിഞ്ഞുപോയത്. ഒരു ഘട്ടത്തിൽ ന്യൂജൻ എന്ന രീതിയിലുള്ള പുതിയ സിനിമ രീതികൾ അവതരിപ്പിക്കപ്പെടുകയും അതിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഘട്ടം. പക്ഷേ അതിന് കാര്യമായി ഒന്നും നൽകാനായില്ല. പിന്നീട് അത്തരം ആവർത്തന വിരസതമായി മലയാള സിനിമ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ചില ചിത്രങ്ങൾ ഫെസ്റ്റിവലുകളിലേക്ക്, ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കപ്പെടുന്നു. അതിനും അപ്പുറത്തേക്ക് ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. നമ്മുടെ മലയാളക്കരയിൽ വന്ന് മറ്റു സിനിമകൾ, അന്യഭാഷാ സിനിമകൾ, അതൊരു പക്ഷേ ടെക്നോളജിയുടെ ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിച്ച വിനു മോഹൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിനു, കേരളക്കരയ്ക്ക് ആകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം പിന്നിടുകയാണ്. 100 കോടി ക്ലബിലേക്ക് ചിത്രം പുലിമുരുകൻ പോകുന്നു. പ്രത്യേകിച്ച് താങ്കൾക്ക് അതിന്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. എങ്ങനെയാണ് ഈ ചരിത്ര മുഹൂർത്തത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ശരിക്കും ഇതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്ന മലയാളത്തിലൊരു ഹിസ്റ്ററി തന്നെയാണ്. ആ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
അത് മാത്രമല്ല, പിന്നെ ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു നമുക്ക് ശരിക്കും ഈ ഒരു സിനിമ ചെയ്ത കഷ്ടപ്പാടിന്റെ നല്ലൊരു പ്രതിഫലം തന്നെയാണ് ജനങ്ങള് ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. യെസ്, അവിടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ചുവടുവയ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കാരണം പല പരീക്ഷണങ്ങൾ നടത്തുന്നു. ആ പരീക്ഷണം ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം വരുമ്പോൾ തന്നെ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്നു. ഇതൊരു ചുവടുവയ്പ്പാണോ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം? ഒരു നാഴികക്കല്ലായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ ശ്രീ വിനു? തീർച്ചയായിട്ടും. കാരണം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരുപാട് സമയങ്ങളിൽ ഇങ്ങനെ ഓരോരോ ഒരു പുതിയ കാൽവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് കാരണം എല്ലാവർക്കും വളരെ ഒട്ടും ഒരു ടെൻഷനോടെ ഇരുന്ന ഒരു കാര്യമാണ്. ഒരു ബഡ്ജറ്റ് മൂവി അല്ലെങ്കിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി മലയാളത്തിൽ ചെയ്യുമ്പോൾ അത് എത്രമാത്രം സക്സസ് ആവും, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ അത് റിക്കവർ ആവും എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പലപ്പോഴും ഇതിന്റെ പ്രൊഡ്യൂസറായ ടോമിച്ചൻ, അതേപോലെ എല്ലാവർക്കും ടോമിച്ചൻ തന്നെ പറഞ്ഞിട്ട് ഒരു 10 കോടിയുടെ റിസ്കിലാണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്, ഒരു 5 കോടിയെങ്കിലും എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണ് പലപ്പോഴും ചെയ്തിരുന്നത്. പക്ഷെ ഒരു ഹിസ്റ്ററി ആയിട്ട് നല്ലൊരു മൂവി ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തണം എന്നുള്ള ആ ഒരു കോൺഫിഡന്റ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് മൂവി ഉണ്ടായത് തന്നെ. പക്ഷെ ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും മലയാളികള് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യും, അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കും. ഇനിയും ഇങ്ങനെയുള്ള ബഡ്ജറ്റ് മൂവീസ് അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിലുള്ള ടെക്നിക്കൽ എഫേർട്ട് ഉള്ള ഒരു മൂവി വന്ന് തീർച്ചയായിട്ടും മലയാളത്തിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളതിന്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് പുലിമുരുകൻ എന്നാണ് എനിക്ക് വിശ്വാസം. കാരണം ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ ഇപ്പൊ ഒരു മാസത്തോളമായി ഈ സമയത്ത് ഞാനിങ്ങനെ തിയേറ്റർ ഫംഗ്ഷന് പോയിരുന്ന സമയത്ത് ഇപ്പോഴും ഒരു സെക്കൻഡ് ഷോയ്ക്കുള്ള ആൾക്കാർ പോലും ക്യൂ ആണ്. അതും ഫാമിലീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ സിനിമ കാണുന്നത്. അപ്പൊ അത്രയും ഒരു ഇമ്പാക്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ശരിക്കും എന്താ പറയാ, ഒരുപാട് നന്ദി പറയാനുള്ളൂ. നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. ശ്രീ വിനു മോഹൻ, അതായത് A to Z ക്യാരക്ടേഴ്സ്, A to Z അണിയറ പ്രവർത്തകർ അവരൊക്കെ നടത്തിയ വളരെ നീതി പുലർത്തി ആ ചിത്രത്തോട്, അതിലെ കഥാപാത്രങ്ങളോട്, അതിലെ ഓരോ ജോലിയോടും നൽകിയ നീതി പുലർത്തിയതിന്റെ ഒരു പൂർണ്ണമായ ഒരു റിസൾട്ട്, ഒരു മെറിറ്റ്, അങ്ങനെ വേണമോ ഇതിനെ കാണാൻ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഓരോരുത്തരെയും സത്യം പറഞ്ഞാൽ ഇതില് ഡയറക്ടർ വൈശാഖേട്ടനായാലും ശരി, റൈറ്റർ ഉദയേട്ടനായാലും ക്യാമറമാൻ ഷാഹിച്ചൻ, എല്ലാവരും, ഇവൻ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് എടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വളരെ ഒരു എന്താ പറയാ കാരണം ഇതിലെ ലൊക്കേഷനിൽ പോവുക അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യുക, ഇതൊക്കെ പറയുന്ന ഒരുപാട് റിസ്ക് ആയിരുന്നു. അത്രയും പിന്നെ യൂണിറ്റിലെ ചേട്ടന്മാരെ എല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഇതില് വർക്ക് ചെയ്ത എല്ലാവരുടെയും. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു പ്രോജക്റ്റ് മലയാളികൾക്ക് എത്താൻ സാധിക്കുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഈ ബഡ്ജറ്റ് മൂവി എടുക്കാം എന്നുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ലാലേട്ടനെ പോലെ ഒരാൾ ഇത്രയും, കാരണം ലാലേട്ടനൊക്കെ എടുത്തൊരു എഫേർട്ട് ഈ ഒരു ടൈമിലും ലാലേട്ടൻ ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും ഓരോ പാർട്ടിലും ലാലേട്ടൻ അത്രയും ഇൻവോൾവ് ആയിരുന്നു. കാരണം അത്രയും ഡെഡിക്കേഷനോടൊക്കെ അദ്ദേഹം ഇതിൽ വർക്ക് ചെയ്തു. അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പലപ്പോഴായി വിനുമോഹൻ പല നിർമ്മാതാക്കളും, കാരണം ടോമിച്ചൻ മുളകുപാടം തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ വിനുമോഹനിലേക്ക് മടങ്ങിയെത്താൻ ദയവായി തുടരുക. ഇപ്പോൾ നടൻ ലാൽ ആ ചിത്രത്തിൽ വളരെ നിർണായകമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ലാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ലാൽ, ചിത്രം ചരിത്രമായിരിക്കുന്നു, ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്, 100 കോടി ക്ലബ്ബ്. താങ്കൾ എങ്ങനെ ഈ നിമിഷത്തെ കാണുന്നു? ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലോ. കാരണം നമ്മൾ പാർട്ടായിട്ടുള്ള ഒരു സിനിമ വിജയിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം മലയാളത്തിലൊരു സിനിമ ഇപ്പൊ ഇത്രയും കാലങ്ങളിൽ തമിഴിനും തെലുങ്കിലും വരുന്ന സിനിമകളാണ് ഇതുപോലത്തെ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് മലയാളം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായും പലപ്പോഴായി ലാൽ മലയാള സിനിമകൾ പരീക്ഷണ ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോഴും പിൻവാങ്ങുന്ന നിർമ്മാതാക്കളായാലും അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിലേക്ക് മുതിരാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഈ ഒരു ചരിത്ര നിമിഷം ഒരു തുടക്കമല്ലേ? എത്രത്തോളം മലയാള സിനിമയ്ക്ക് ഇത് ഊർജം പകരുന്നതായിരിക്കും? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർസ് വേണം സിനിമയ്ക്ക് എന്ന് പറയുന്ന പോലെ തന്നെ സൂപ്പർ സ്റ്റാർസ് വേണം തന്നെ എപ്പോഴും ഒരു വലിയ ആരാധക വൃന്ദമുള്ള നടന്മാര് സിനിമയിലുള്ളപ്പോഴേ സിനിമ സജീവമാവുള്ളൂ, അല്ലെങ്കിൽ സിനിമ തളർന്നു കളർന്നു പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ പടങ്ങൾ, വലിയ ഇളക്കം ഉണ്ടാക്കുന്ന വലിയ പടങ്ങൾ വരേണ്ടത് സിനിമയുടെ ആവശ്യമാണെന്ന് വെച്ചിട്ട് എല്ലാ സിനിമകളും അങ്ങനെ വരണമെന്നോ അത്രയും പുറക്കിയിട്ട് പടത്താലേ സിനിമയാവുള്ളൂ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതുപോലുള്ള സിനിമകൾ ഒരു മൊത്തത്തില് തിയേറ്ററിലേക്കും ആളുകൾക്കൊരു ഉണർവും സിനിമ തിയേറ്ററിൽ കാണണം എന്ന് പറയുന്ന ഒരു തോന്നല്, ഇത് പതുക്കെ മുറിയിലേക്ക് ഒതുങ്ങുന്ന, ടി വിയിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥ
വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ഒരു വലിയ മാറ്റമാണത്. ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള സിനിമ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് വരാനുള്ള താല്പര്യം അത് മറ്റു സിനിമകൾക്ക് കൂടി ഗുണകരമായിട്ടേ വരുള്ളൂ. അവിടെയാണ് ലാൽ കൂടി താങ്കൾ കൂടി ഒരു നിർമ്മാതാവാണ്. അവിടെ ടോമിച്ചൻ മുളകുപാടം കാണിച്ച ആ ഒരു പക്ഷേ ഒരു രണ്ടും കൽപ്പിച്ചുള്ള പോക്ക്, 10 ഇടുന്നു അദ്ദേഹം, അല്ലെങ്കിൽ 10 ഇട്ട് 100 വാങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. അവിടെ ഒരു നിർമ്മാതാവ് കാണിച്ച രണ്ടും കൽപ്പിച്ചുള്ള ഒരു പരീക്ഷണം, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു വിജയത്തിന്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു. ആ ഒരു ഘട്ടത്തെ താങ്കൾ എങ്ങനെ കാണും? അത് അതിഗംഭീരമായിട്ടുള്ള ചങ്കൂറ്റമാണ് അദ്ദേഹം കാണിച്ചത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്രക്ക് വലിയ ഒരു ചങ്കൂറ്റമാണ് അതിനകത്ത് കാണിച്ചത്. അപ്പൊ എനിക്ക് പോലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതിന്റെ കോസ്റ്റിനെ പറ്റി, ഇതിന്റെ ചെലവുകളെ പറ്റി, ഇതിനകത്ത് ഇപ്പൊ ഗ്രാഫിക്സ് വർക്കുകൾ, പിന്നെ വിയറ്റ്നാമിൽ പോയി ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കഥ തന്നെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെ ഇതിങ്ങനെ വർക്കൗട്ട് ആവും? കാരണം മലയാള സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇപ്പോഴും ആദ്യമായിട്ട് വരുമ്പോഴേക്കും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസറാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് പടങ്ങൾ എടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്നോടാണ് കഥ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അടുത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ആ ഒരു കാണിച്ച ധൈര്യത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് ഇതിന്റെ വിജയവും അതിന് കിട്ടുന്ന വലിയ ലാഭവും അദ്ദേഹം അർഹിക്കുന്നതാണ് 100%. അതായത് ഇത്തരം പരീക്ഷണങ്ങൾക്ക് മടിച്ചു നിൽക്കുന്ന നിർമ്മാതാക്കൾ കൂടി ഒരു പ്രചോദനമായിരിക്കും അത്. ആത്യന്തികമായി മലയാള സിനിമയ്ക്ക് അത് കൂടുതൽ ഒരു പക്ഷേ ഔന്നത്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഉറപ്പായിട്ടും. എന്താ വെച്ചാൽ ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും സിനിമയെ കാണുന്നത് തന്നെ ഓരോ നടനെ വെച്ചിട്ടാണ്. ഇന്ന നടനാണെങ്കിൽ ഇത്ര രൂപ, ഇന്ന നടനാണെങ്കിൽ ഇത്ര രൂപ വരെ ചെലവാക്കാം, ഇന്ന നടനാണെങ്കിൽ ഇത്ര രൂപ ചെലവാക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ കേൾക്കാം ശ്രീലാൽ. അങ്ങനെ ഓരോരുത്തർക്കും തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പല പ്രൊഡ്യൂസേഴ്സ്. ഒരാൾക്ക് ഇത്ര രൂപയാണ് മുടക്കേണ്ടത്, അതിൽ കൂടുതൽ മുടക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതൊക്കെ തെറ്റിക്കുന്ന, അതൊന്നും അല്ല ശരി, വേറെ ശരികളുണ്ട് എന്ന് തെളിയിച്ചൊരു സിനിമയാണത്. അത് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഈ പല സിനിമകളിലും താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്, അണിയറയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്നൊരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമായ ഒരു സിനിമയിൽ അതിൽ നിർണായക വേഷം ചെയ്യാൻ കഴിഞ്ഞു. ആ ഘട്ടത്തെ എങ്ങനെ ഓർക്കുന്നു ശ്രീലാൽ ഈ നിമിഷത്തിൽ? അത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് വൈശാഖിനോടാണെങ്കിലും, അല്ലെങ്കിൽ ഉദയനോടാണെങ്കിലും, എന്റെ പ്രൊഡ്യൂസറോടാണെങ്കിലും, മോഹൻലാലിനോടാണെങ്കിലും. കാരണം അത് ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു കൂടെ അഭിനയിക്കുന്ന നടന് അയാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുമ്പോ ടെൻഷൻ അടിക്കുന്ന നടന്മാരാണ് പലരും. അപ്പോ അത് ലാലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അതൊരു പ്രശ്നമായിട്ട് എടുക്കാറില്ല. കാരണം സ്വയം കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് ലാലിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടിട്ട് കൂടെയുള്ള നടൻ ഒരു സീനിൽ അദ്ദേഹത്തെക്കാൾ നന്നായാൽ പോലും അത് സിനിമയ്ക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കാനുള്ള അസാധ്യ കഴിവുള്ള നടനാണ് മോഹൻലാൽ. അതിന്റെയൊക്കെ ഒരു വിജയമാണ് അതിന്റെ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയിലുണ്ടായിരിക്കുന്നത്. ആ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പടത്തില്. യെസ്, വളരെ നന്ദി ലാൽ. ഒപ്പം ബിനു മോഹൻ. ഈ നിമിഷത്തിൽ മലയാള സിനിമ ഒരു ചരിത്രത്തിന്റെ പടിവാതിക്കൽ, ചരിത്രം പിന്നിടുന്ന ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ ലിബർട്ടി ബഷീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ലിബർട്ടി, മലയാള സിനിമ ഒരു ചരിത്ര ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നാഴികക്കല്ല്, ഒരു ചുവട് വയ്ക്കുകയാണ്. 100 കോടി ക്ലബിലേക്ക് പുലിമുരുകൻ എത്തിയിരിക്കുന്നു. എങ്ങനെ കാണാം താങ്കൾ? മലയാളം നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സിന്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു മുഹൂർത്തമാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രേമം എന്നുള്ള പടം ഞാൻ മുഹൂർത്തം ആഗ്രഹിച്ചാണ്. പക്ഷെ എന്തോ നിർഭാഗ്യത്തിൽ വീരപയസന്റെ ആഗ്രഹം ഇല്ലാതായി. 100 കോടിയിലേക്ക് കടക്കുകയാണ്. അത് മാത്രമല്ല, ക്രിസ്തുമസ് ആമയ്ക്ക് ഈ പടം 150 കോടിയിലേക്ക് കടക്കുന്നത് 100% ഉറപ്പാണ്. കാരണം 31-ാം ദിവസം ഇന്നലെ മുപ്പത്തെ കലശം വെച്ചിട്ട് ക്രിസ്തുമസ് വരെ ഈ കലശം നിൽക്കുന്നുള്ളത് സംശയമില്ല. വേറെ പടങ്ങളൊന്നും ഇല്ല. വീരപായസം എത്തി വന്നാലും ഞാൻ പേടിക്കാനില്ല. 150 കോടി ഉറുപ്പിയിലേക്ക് ഈ ചരിത്ര മുഹൂർത്തം ആഘോഷിക്കാൻ വേണ്ടിട്ട് ക്രിസ്തുമസിന് നിങ്ങൾക്ക് വീണ്ടും ഒരു ഡിസ്കസ് വെക്കേണ്ടത് 100% ഉറപ്പാണ്. ശ്രീ ലിബർട്ടി, മാമൂലികൾ പലതും തെറ്റിച്ച്, കാരണം വൈഡ് റിലീസാണ് ഇങ്ങനെ നമ്മൾ ഒരുപക്ഷെ പരീക്ഷണ ഘട്ടങ്ങളിലേക്കൊക്കെ പോകാതെ പോയത് പലപ്പോഴായി തെറ്റായി തോന്നുന്നുണ്ടോ? കാരണം ഇങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് മുതിരുന്ന ഒരു നിർമ്മാതാവ് ആത്യന്തികമായി മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ട്, ലോകത്തിന് മുന്നിൽ ഒരു പക്ഷേ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിത്രമായി പുലിമുരുകൻ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന്റെ കൂടി വിജയമാണ് ശ്രീ ലിബർട്ടി ബഷീർ. അങ്ങനെ താങ്കൾ എങ്ങനെ ആ അർത്ഥത്തിൽ കാണാം? 100% മുളകുപാടം സമ്മതിച്ചെന്നുള്ള വ്യക്തികളുടെ റിസ്ക് ഒരിക്കലും ആരും വിചാരിക്കാത്ത റിസ്ക്കാണ്. പല ആൾക്കാരും അദ്ദേഹത്തിനെ ഇന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സധൈര്യം ഇയാൾ മുന്നോട്ടിറങ്ങിയിട്ട് ഈ പടം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പെട്ട പാട്
കുറെ എനിക്ക് മാത്രമേ അറിയാൻ പറ്റും. അതിന് കണക്കായിട്ട് കേരള ഫിലിം എക്സിബിഷൻ ഫെഡറേഷൻ എല്ലാ സൗകര്യങ്ങളും എവിടെ വേണം റിലീസ് ചെയ്യാൻ പറ്റും, എത്ര തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും നമ്മൾ സൗകര്യം ചെയ്ത് കൊടുത്തത്. ഓരോ സ്റ്റേഷനിലും 3-4 സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലത്ത് നമ്മുടെ എത്ര തിയേറ്റർ രാത്രി സെക്കൻഡ് ഷോ 1 മണി 2 മണിക്കെല്ലാം ഇപ്പോൾ നമ്മൾ അഡീഷണൽ ഷോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലീവുള്ള ദിവസങ്ങളിൽ. അദ്ദേഹത്തെ ഒരു ധൈര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരും ഉണ്ടാവില്ല. അത്രയും കാരണം പല സിനിമകളിൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നിട്ടും കൂടിയിട്ട് ഒരു വിശ്വാസത്തിൽ ഈ പടത്തിന് ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, ഡയറക്ടറിന്റെ വിശ്വാസം, വൈശാഖിനകത്തും മോഹൻലാലിന്റെ വിശ്വാസം മാത്രം അയാൾക്കുള്ള ധൈര്യം. എന്തോ ഒരു ദൈവം അയാളുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പടം ഇത്രയും ഇറ്റായില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു. അത്രയും റിസ്ക്, അത്രയും സാറ് കൂടി കുത്തിയ പല ഭാഗത്തുനിന്നും അയാൾ കടമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അത് ദൈവ അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്താണ്. അത് മാത്രമല്ല, അത് ഓടിച്ച കളിക്കുന്ന തിയേറ്റേഴ്സ് ഭാഗ്യവാന്മാരാണ്. കാരണം ഒരു കൊല്ലത്തിൽ ഒരു ഇറ്റുപടം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ തിയേറ്റർ നിലനിൽക്കൂല. അത് കളിച്ച എല്ലാ തിയേറ്ററിലും ഒട്ടുമുക്ക തിയേറ്ററുകളിലും ആ പടം കളിച്ചിട്ടുണ്ട്. 1 ഷോയിലും 2 ഷോയിലും ഒരു മാക്സിമം റിലീസ് സെന്ററിൽ നമ്മളെ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കും ഒരു പ്രയാസമില്ലാത്തൊരു തിയേറ്റർ ഉടമക്കും പ്രയാസം ഉണ്ടായിട്ടില്ല. യെസ്, എന്തായാലും ഇത്തരം നിർമ്മാതാക്കൾ ഇനിയും അവർക്കൊക്കെ പ്രചോദനമാകും. ഇത്തരം സിനിമകൾ മലയാളത്തിലേക്ക് വരും. മലയാളക്കരയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് ഇത്തരം ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന സിനിമ തന്നെയാണ് ശ്രീ ലിബർട്ടി ബഷീർ ഈ ചിത്രം. അതെ, ഇത് ഒരു കാര്യം, ഇങ്ങനത്തെ ഇറ്റുകൾ ഇങ്ങനത്തെ ഒരു വർഷത്തിൽ 1-2 ഇറ്റ് വന്നില്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഉണ്ടാവില്ല. സിനിമ ഇൻഡസ്ട്രിന്റെ പ്രചോദനം കൊടുക്കുന്നത് ഇങ്ങനത്തെ ഇറ്റുകളാണ്. പണം ഇറക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിന് ഇറക്കാനുള്ള ഒരു പ്രചോദനമാണ്. പണം ഇറക്കി കഴിഞ്ഞാൽ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഈ ഇറ്റ് കൊണ്ടുകൊണ്ട് ഈ എത്ര വലിയ വലിയ കോടീശ്വരന്മാർ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ പണം ഇറക്കാനുണ്ട്, പൈസ ഇറക്കേണ്ട കോടീശ്വരൻ ഉണ്ട്. അതെല്ലാം ഇപ്പൊ മുന്നോട്ട് വരികയാണ്. കാശ് ഇറക്കി കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു കൊടുക്കുന്നത്. അതാണ് അന്യഭാഷ തമിഴ് പടത്തിലും ഹിന്ദി പടത്തിലും ഈ മലയാളത്തിൽ കിട്ടുന്ന ആ കളക്ഷന്റെ ഒരു പണം ഇറക്കിയിട്ടാണ് അവർ പണം തിരിച്ചു പിടിക്കുന്നത്. അതാണ് നമ്മളിപ്പോ ഈ പുലിമുരുകനിൽ കാണുന്നത്. കോടി ഇറക്കിയിട്ട് ആ തിരിച്ചു പിടിക്കുമെന്നുള്ള വിശ്വാസം. ഇതാണ് അന്യഭാഷാ ചിത്രങ്ങൾ ഈ കേരളത്തിൽ നിന്ന് എടുക്കുന്ന കളക്ഷൻ. ഇപ്പൊ എന്താണെന്നുള്ള ഇത് വിശകലനം ഈ പുലിമുരുകൻ വന്നതിന് ശേഷം ഒരു അന്യഭാഷാ ചിത്രങ്ങളും കേരളത്തിൽ ഓടിയില്ല. അപ്പൊ എല്ലാ കാലാകാലങ്ങളിലും മലയാള പത്രം ഹിറ്റായിട്ട് പോകുന്ന സമയത്ത് അന്യഭാഷാ ചിത്രങ്ങൾ ഓടില്ല. ഇപ്പം അടുത്ത കാലത്ത് വന്ന കുറെ ഇറ്റുപടം വന്നിട്ടുള്ളത് അന്യഭാഷാ ചിത്രങ്ങളുടെ കളക്ഷനാവുന്നില്ല. കപാലി ആയിക്കോട്ടെ മറ്റെല്ലാ പടങ്ങളും മോശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല പടം മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എപ്പോഴും മലയാള പടത്തിന്റെ കൂടെ നിൽക്കും, അന്യഭാഷ ചിത്രത്തിൽ പോവില്ല. അപ്പൊ അവർ പൈസ ഇറക്കിയിട്ട് അവർ യാതൊരു കോംപ്രമൈസ് ചെയ്യാതെ തട്ടിക്കൂട്ട് പണം എടുക്കാതെ പണം എടുക്കാൻ വിജയാന്തി കാണുന്നത്. യെസ്, വളരെ നന്ദി. ചരിത്ര മുഹൂർത്തത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് പുലിമുരുകൻ എന്ന ദിശയിലേക്ക് ആണ് പോകുന്നത്. സൗമ്യയിലേക്ക് ഒരിക്കൽ കൂടി. സൗമ്യ, എന്തായാലും ചിത്രത്തിന്റെ കളക്ഷൻ വരുമ്പോൾ കേരളത്തിൽ നിന്നും എത്ര കോടി ആണ് പുലിമുരുകൻ കൊയ്തത്? മറ്റ് വൈഡ് റിലീസിംഗ് ആണല്ലോ, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചിത്രം പോവുകയുണ്ടായി. അവിടെയൊക്കെയുള്ള ഒരു കണക്കുകളുടെ കളി എങ്ങനെയാണ്? ഇവിടെ ഒരുപക്ഷെ ലിബർട്ടി ബഷീർ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി സുപ്രധാനമായും പറയേണ്ടിയിരിക്കുന്നു. സിനിമാ പ്രവർത്തകരായാലും ഇപ്പൊ തന്നെ സിനിമാ മേഖലയായാലും ഒരു കണക്കുകൂട്ടൽ നടത്തുന്നത് ഇത് ഇനിയും 150 ക്ലബിലേക്ക് എത്തുന്ന ആദ്യ മലയാള ചിത്രം എന്നതിലേക്കാണ് ഇനി പുലിമുരുകൻ ഉറ്റുനോക്കുന്നത് എന്ന് തന്നെയാണ്. അതിലും അത് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 65 കോടിക്ക് മേൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണക്ക്. സ്വാഭാവികമായും അത് വളരെ ക്ലിയർ ആയുള്ള ഒരു കണക്കല്ല, അത് ഏറ്റവും റൗണ്ട് ചെയ്തുള്ള ഒരു കണക്കിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. UAE നിന്ന് 3 ദിവസം കൊണ്ട് 13 കോടിക്ക് മുകളിലാണ് സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. പലയിടത്തും റിലീസ് ഈ നവംബർ 4 റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. മറ്റ് പലകളിലുമൊക്കെ റിലീസിംഗ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടേ ഉള്ളൂ. ഒക്ടോബർ 7 ആദ്യ റിലീസ് നടന്നത് എങ്കിലും UAE നവംബർ 3 റിലീസ് ചെയ്തത്. UAE മറ്റ് GCC രാഷ്ട്രങ്ങളിലും ഉൾപ്പെടെ ഏതാണ്ട് 600 ഏറെ ഷോസ് ആണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അവിടെ പോലും ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ കബാലി, അതിനുശേഷം അതിനൊപ്പം തന്നെ സുൽത്താൻ, ഇതൊക്കെ റിലീസ് ചെയ്തതിലും കൂടുതൽ സ്ക്രീനിലേക്ക് റിലീസ് ചെയ്തു എന്നതുകൂടി അവിടെയൊക്കെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. UAE ഏതാണ്ട് 3 ദിവസം കൊണ്ട് 13 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിട്ടുള്ളത്. അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലും വലിയ ഒരു നേട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടത്തെയൊക്കെ കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ഒരു കണക്ക് കൂട്ടൽ, അതായത് സിനിമ റിലീസ് ഒപ്പം തന്നെ ഇതിന്റെ മറ്റ് കണക്കുകൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ 100 കോടിക്ക് മുകളിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു വലിയ ഫുൾ ഒരു റൗണ്ട് ചെയ്ത കണക്ക് വരുമ്പോൾ, അതായത് UK പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടി കണക്കുകൾ എല്ലാം കൂടി വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷനും വളരെ മുകളിലാകും കളക്ഷൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പ്രധാന വിഷയം ആദ്യം റിലീസ് ചെയ്ത ദിവസം തന്നെ ഉണ്ടായ ഒരു കളക്ഷൻ, അത് വലിയൊരു നേട്ടമായിരുന്നു. അത് മറ്റു പല റെക്കോർഡുകളും ഭേദിച്ചുള്ളതായിരുന്നു. ആദ്യ വാരത്തിലുള്ള കളക്ഷൻ ഏറ്റവും വേഗത്തിൽ 10 കോടിയിലേക്ക് എത്തുന്ന ചിത്രം, ഒപ്പം തന്നെ ഏറ്റവും വേഗം 25 കോടിയിൽ എത്തുന്ന ചിത്രം എന്നതൊക്കെ തന്നെ ഇതുവരെയും ചരിത്രമായി തന്നെ പുലിമുരുകൻ ഒപ്പം ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ 100 കോടി എന്നതിലേക്ക് കൂടി കടക്കുന്നത്. സ്വാഭാവികമായിട്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പോഴും തിയേറ്ററുകളിലൊക്കെ തന്നെയും നേരത്തെ ബുക്ക് ചെയ്ത് ഏതാണ്ട് തിയേറ്റർ ഫുള്ളായ അവസ്ഥയാണ് ഇപ്പോഴും മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ ഉള്ളത്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പോലും ടിക്കറ്റ് കിട്ടാൻ പ്രയാസമുണ്ട് പല തിയേറ്ററുകളിലും എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കണക്ക് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് വലിയൊരു റിലീസ് ഒന്നും അടുത്ത് വരാനും കൂടിയില്ല മലയാള സിനിമയിൽ എന്നതുകൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ, മലയാള സിനിമ ഒപ്പം തന്നെ തമിഴ് സിനിമയിലും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 150 കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് എളുപ്പമായിരിക്കാനുള്ള സാധ്യതയാണ് പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റം ഇപ്പോഴുണ്ടായ ഈ 100 കോടി എന്നത് ഇവിടെ അവസാനിക്കുന്നില്ല. ആ ഒരു 100 കോടി ക്ലബ് എന്നുള്ളത് 150 കോടിയിലേക്ക് വളരെ വേഗം പോകാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ചരിത്രം രചിച്ച് പുലിമുരുകൻ 100 കോടി ക്ലബിലേക്ക് എത്തുന്ന ആദ്യ മലയാള സിനിമ എന്ന പട്ടമാണ് ഇപ്പോൾ പുലിമുരുകൻ ചാർത്തിയിരിക്കുന്നത്.